ഈ മീറ്റിങ്ങിനായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ചില മാസങ്ങൾക്ക് മുമ്പ് എന്നെ ക്ഷണിച്ചു. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വാക്യം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. കർത്താവിൻ്റെ ദാസൻ ആ വാക്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഞാൻ ആ വാക്യത്തെക്കുറിച്ചൊന്ന് ചില മിനിറ്റുകൾ ധ്യാനിപ്പാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടും കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞ് ആ വാക്യം നിങ്ങൾക്കത് നിങ്ങളുടെ ഡ്രോപ്പ് ഔട്ടിൽ കാണുവാൻ കഴിയുന്നുണ്ട്, വാൾ ഡ്രോപ്പിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 119 സങ്കീർത്തനം 126 വാക്യമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടും ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വചനം പഠിക്കുവാൻ പോകുന്നത്. 2 ഭാഗങ്ങൾ ഈ വാക്യത്തിനുണ്ട്. 119 സങ്കീർത്തനത്തിൻ്റെ 126 വാക്യം, Psalm 119. Children, also if you have your Bible, you can turn with me to Psalm 119 verse 126, or you can see that on the screen. നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കുന്നെങ്കിൽ വായിക്കാം. മതി ദൈവദാസൻ, താങ്ക് യു. നല്ല ശബ്ദം കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു, കാരണം അവർ നിൻ്റെ വചനത്തെ ദുർബലമാക്കിയിരിക്കും. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സമയം, ദ പെർഫെക്റ്റ് ടൈം ഓർ ദ ഡ്യൂ ടൈം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാലം എന്ന വിഷയത്തെക്കുറിച്ചും രാത്രിയിൽ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ് പരിശുദ്ധാത്മാവിൽ നിയോഗിക്കപ്പെട്ട് നിങ്ങളുമായി സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, കൈയൊക്കെ കൊടുത്ത് മുഖത്തൊക്കെ നോക്കി ഒന്ന് ചിരിച്ച് ഹല്ലേലൂയ സന്തോഷത്തോടെ പറയാം. എന്താ പറയേണ്ടത് ഇതുവരെ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കൈയും കൊടുത്ത് കഴിഞ്ഞു, ചിരിച്ചും കഴിഞ്ഞു. ഇനിയും പറയാനുള്ളത്, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ദിസ് ഈസ് എ ടൈം ഫോർ ഗോഡ് ടു ആക്ട്. ദൈവമേ, എന്താ ഇന്ന് രാവിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിനൊരു സമയമുണ്ട്. ഹി വോണ്ട് ബി ഏർലി, ഹി വോണ്ട് ബി ലേറ്റ്, ആൻഡ് ഹി ഹാസ് എ ഡ്യൂ ടൈം ദാറ്റ്സ് അബ്സല്യൂട്ട്ലി കോൾഡ് ദ പെർഫെക്റ്റ് ടൈം. ദൈവം താമസിച്ചും പോകത്തില്ല, ദൈവം നേരത്തെ ആകത്തില്ല. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പേര് തക്ക സമയം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. എൻ്റെ അടുത്ത ഭാഗം നമ്മൾ വൈകിട്ട് ചിന്തിക്കും. കാരണം ഹല്ലേലൂയ, ലോകം വചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ആ പദത്തിന് അല്പം കൂടെ ഒത്തിരി ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. ദുർബലമാക്കി, ഹല്ലേലൂയ, അവിടെ ഇരിക്കുന്നത് ദേ ഹാവ് ബ്രോക്കൺ യുവർ ലേ, ദേ ഹാവ് ഡിസ്റ്റോർട്ടഡ് യുവർ വേർഡ് എന്നൊക്കെയുള്ള ഒത്തിരി പദങ്ങളാണെന്ന് പറഞ്ഞാൽ വചനത്തെ വികലമാക്കിയിരിക്കുന്നു. വചനം ദുർബലമാകത്തില്ല. അവരവരുടെ ജീവിതത്തിൽ വചനം പ്രവർത്തിക്കാതെ വണ്ണം അവർ വചനത്തെ കോട്ടിമാറ്റി കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരിക്കുന്നത് കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്നുള്ളതാണ്. 119 സങ്കീർത്തനം മുഴുവൻ വചനത്തെക്കുറിച്ചാണ്. 8 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വചനം, ന്യായപ്രമാണം, യഹോവയുടെ പ്രവൃത്തികൾ, യഹോവയുടെ കൽപ്പനകൾ, ആജ്ഞകൾ, യഹോവയുടെ സാക്ഷ്യങ്ങൾ ഇത്യാദി 8 പദങ്ങൾ ഉപയോഗിച്ചാണ് ദൈവവചനത്തെ ഹല്ലേലൂയ വചനം എന്ന പദത്തെ കൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. 176 വാക്യങ്ങൾ വളരെ വിശദമായി 22 കണ്ണികകളായി 22 എബ്രായ അല്ലെങ്കിൽ ഭാഷയുടെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാണ് 119 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ചൊന്നും രാവിലെ പഠിക്കുവാൻ സമയമില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു നിയോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇതിനോട് ചേർന്ന് നാം വായിക്കുന്ന വാക്യം, യേശു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പ്രവൃത്തികൾക്കെല്ലാം താൻ കണ്ടെത്തിയ ഒരു സമയമുണ്ടായിരുന്നു. മനുഷ്യരൊക്കെ അവനെ ഒത്തിരി കാര്യത്തിൽ നിർബന്ധിച്ചു. കർത്താവെ, പോകണം, വരണം, അത് ചെയ്തു കൊടുക്കണം, അത് സമയമായി എന്നൊക്കെ നമുക്കറിയാവുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ലാസറിൻ്റെ ഹല്ലേലൂയ നിരാശയുടെ വേദനയുടെ ആ കുടുംബത്തിൻ്റെ സമയത്ത് രോഗമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരൊക്കെ നിർബന്ധിക്കുന്നു, യേശുവെ നമുക്ക് പോകണം. അപ്പോഴൊക്കെ കർത്താവിൻ്റെ സമയത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നാം എത്ര തല തല്ലി കരഞ്ഞാലും, എത്ര ആൾ കൂട്ടി, എത്ര ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തിയാലും ഇതൊന്നും വേണ്ടെന്നല്ല. ഒരു വശമാണ് ഞാൻ ഈ പറയുന്നത്, ദൈവം തൻ്റെ സമയത്ത് മാത്രമേ തൻ്റെ പ്രവൃത്തി ചെയ്യത്തുള്ളൂ. അത് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഡ്യൂ ടൈം, പെർഫെക്റ്റ് ടൈം, തക്ക സമയത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്ന ഈ കാലഘട്ടങ്ങൾക്കായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സംഭവത്തിൽ കൂടെ ഈ ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പ്രാരംഭമായി വായിച്ചിട്ട് അതിൻ്റെ ആ ഭാഗങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. വളരെ ഇറ്റ്സ് വെരി ഫെമിലിയർ പോർഷൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാതറിയാം. അതിൽ കൂടെയുള്ള ആത്മീക വെളിപ്പാടുകൾ നാം ഒരുമിച്ച് ഇന്ന് രാവിലെ പഠിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 2-ന്റെ 4-ാം വാക്യമാണ്. യേശു ഹല്ലേലൂയ മറിയോട്, അല്ലെങ്കിൽ തൻ്റെ മാതാവായ മറിയോട്, നമുക്ക് തമ്മിൽ എന്ത്? എൻ്റെ സമയം, എൻ്റെ നാഴിക, മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് കം, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു.
ദൈവത്തിൻ്റെ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ സമയം എത്തുമ്പോൾ നിങ്ങളുടെ ആകുല ചിന്തകൾക്ക് ഞാനൊരു പരിഹാരം വരുത്തിയിരിക്കും. പ്രൈസ് ഗോഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. വളരെ സുപരിചിതമായ വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. യേശു തൻ്റെ പ്രവൃത്തി ആരംഭിച്ച്, തൻ്റെ പ്രവൃത്തിയുടെ പ്രാരംഭമായി യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്തു. 2:11 തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നും അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചുവെന്നും ഈ ഭാഗം വായിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഇനിയും ആ വാക്യങ്ങളിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ നാം ധാരാളമായി വേദപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. വിശേഷാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ യേശു ഇത് മറ്റൊരു പുസ്തകങ്ങളിൽ ചെയ്യാത്ത പല അത്ഭുതങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെ കാണുന്ന പദം 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായി. അത് തന്നെ മണിക്കൂറുകൾ നമുക്ക് പ്രസംഗിക്കേണ്ട സംഭവങ്ങളാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 3 ദിവസങ്ങളാണ് നമുക്ക് ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടത്. 3 days ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. എല്ലാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 3 കാലഘട്ടങ്ങളുണ്ട്. വേദപുസ്തക ചരിത്രത്തെ, എല്ലാ ആത്മീക ശുശ്രൂഷകളെയും ആത്മീക ജീവിതത്തെയും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ യാത്രകളെയും ഒക്കെ 3 ഘട്ടങ്ങളായി നമുക്ക് തിരിക്കുവാൻ കഴിയും. അത് ഇസ്രയേൽ മക്കളുടെ ജീവിതമാണെങ്കിൽ അവരുടെ 1-ാം കാലഘട്ടം എന്ന് പറയുന്നത് മിസ്രൈമിലെ അടിമ വീടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തെടുത്ത കാലഘട്ടമാണ്. ദ ഫസ്റ്റ് ഡേ ഓഫ് ദെയർ ലൈഫ് ജേർണി. അല്ലേ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം ആർപ്പോടെ, ആഘോഷത്തോടെ, തപ്പോടെ, കിന്നരത്തോടെ, പാട്ടോടുകൂടെ അല്ലേ ചെങ്കടൽ കടന്ന് മുറിച്ച് യാത്ര ചെയ്യുന്ന 1-ാം ഘട്ടമുണ്ട്. 2-ാം ഘട്ടമാണ് നീണ്ട മരുഭൂമിയിലെ യാത്ര. ഇന്ന് നാം പലവട്ടം ഇവിടെ ആ പദം കിട്ടും. നീണ്ട മരുഭൂമിയിലെ യാത്ര, വിങ്ങാത്ത ഹല്ലേലൂയ കാലും മങ്ങിപ്പോകാത്ത വസ്ത്രങ്ങളും തിളക്കമുള്ള ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങളും അതിൻ്റെ ഒക്കെ ശ്രേഷ്ഠത അനുഭവിച്ച് ഹല്ലേലൂയ മേഘത്തണലിൻ്റെ കീഴിലും അഗ്നിയുടെ ചൂടിൻ്റെ തൂണിൻ്റെ കീഴിലുമൊക്കെ യാത്ര ചെയ്ത നീണ്ട 40 മരുഭൂമിയിലെ വർഷങ്ങൾ 2-ാം ഘട്ടമാണ്. 3-ാം ഘട്ടമാണ് അവർ കനാനിലെത്തിയ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തിയ ഘട്ടം. 3-ാം ഘട്ടം ഇത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതവുമായി ചേർത്ത് പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിനും ഇങ്ങനെ 3 കാലഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന കാലഘട്ടം. 2-ാം കാലഘട്ടം യേശുവിനോടൊപ്പം ഈ മണ്ണിൽ ജീവിക്കുന്ന കാലഘട്ടം. യേശുവിനോടൊപ്പം 3 അല്ലെങ്കിൽ നിത്യതയുടെ തുറമുഖത്ത് അനാദി നിത്യതയിൽ യുഗായുഗമായി വാഴുന്നതാണ് 3-ാം കാലഘട്ടം. അതാണ് ദൈവമക്കളുടെ ജീവിത കാലഘട്ടം. ഇതാണ് 3 കാലഘട്ടം. അപ്പോൾ തന്നെ ഞാനിത് വിശദീകരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും 3 കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ലൂക്കോസ് 15. ഞാൻ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് കൈവയ്ക്കാൽ അല്പം കൂടെ സ്പീഡിൽ പറയാം, കുഴപ്പമില്ല. ലൂക്കോസ് 15-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്നിനെ കാണാതെ പോയി കഴിഞ്ഞാൽ കാണാതെ പോയ ആടിനെ തേടിപ്പോകുന്ന ഒരു ഇടയൻ. ആ ഇടയൻ്റെ 3 ശ്രേഷ്ഠത അവിടെ കാണുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 15:4, 5 and 6. ഒന്നാമത്തെ പ്രത്യേകത, കാണാതെ പോകുന്ന ആടിനെ തേടിപ്പോകുന്ന ഇടയൻ. കാട്ടിൽ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയാൽ രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാതെ കുടുങ്ങിപ്പോയി, മുള്ളുകൾക്കിടയിൽ കുടുങ്ങിപ്പോയി, വഴിയറിയാതെ വഴിതെറ്റിപ്പോയി അലഞ്ഞുപോയ ഒരാടിനെ തേടിപ്പോകുന്ന ഇടയനാണ് ഒന്നാമത്തെ ഇടയൻ്റെ പ്രത്യേകത. 2, കണ്ടുകിട്ടിയാൽ അന്ന് മുതൽ 5-ാം വാക്യം, അന്ന് മുതൽ തോളിലേറ്റി കൊണ്ടുവരുന്ന ഇടയൻ. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 2-ാം ഘട്ടമാണ്. തനിച്ച് നടക്കുവാൻ പ്രാപ്തിയില്ലാത്തതാണ് ക്രിസ്ത്യ ജീവിതം. ആർക്കുമല്ല, എത്ര മിടുക്കനും കഴിവുള്ളവനും ഒന്നും തനിയെ ജീവിക്കാൻ കഴിയത്തില്ല. നാം ഇപ്പോൾ പാടിയതുപോലെ കൃപ കൃപ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് 2-ാം കാലഘട്ടം. ദാറ്റ്സ് ദ ഡേ എക്സാക്ട്ലി വാട്ട് വി ആർ സീറ്റഡ് അപ്പോൺ ദ ഷോൾഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ചുമലിലിരിക്കുന്ന കാലഘട്ടമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 2-ാം ഘട്ടം. 3-ാം ഘട്ടം തോളിലേറ്റിക്കൊണ്ടുവന്ന് ഇടയൻ വീട്ടിൽ കൊണ്ടുപോയി വീടടക്കം ആനന്ദിച്ചു എന്ന് പറയുന്ന 6-ാം വാക്യം. 3-ാം കാലഘട്ടം യേശുവിനോട് ഒരുമിച്ച് ആനന്ദയുഗം ആനന്ദിക്കുന്ന നിത്യാനന്ദം അവരുടെ തലമേലുണ്ടാകുമെന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ഇനി എസ്തേറിൻ്റെ ജീവിതത്തിലെ 3 കാലഘട്ടമാണ്. എസ്തേർ, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി പറഞ്ഞു വരുന്നത്. എസ്തേറിൻ്റെ ജീവിതത്തിലെ 1-ാമത്തെ കാലഘട്ടം തൻ്റെ ചിറ്റപ്പനായ അങ്കിളായ മൊർദെഖായിയുടെ വീട്ടിൽ ദത്തുപുത്രിയായി എടുക്കപ്പെട്ട ഒരു കാലഘട്ടം. എഫേസ്യ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ യാതൊരു ദൈവ സാന്നിധ്യവുമില്ലാതെ ലോകത്തിൽ ഏതുമില്ലാത്തവരെ ജീവിച്ച നമ്മെ ദത്തെടുത്ത് പുത്രത്വം നൽകി, വാഗ്ദത്തം നൽകി, അച്ചാരം നൽകി, മക്കളാക്കി തീർത്ത് ദൈവഭവനത്തിൽ ഗ്രഹത്തിൽ കൊണ്ടുവന്ന 1-ാം
ദിവസം. 2 എസ്തേറിൻ്റെ 2-ാമത്തെ കാലഘട്ടമാണ് അന്തഃപുരം എന്ന് പറയുന്ന സ്ഥലത്ത് രാജ്ഞിയാകാൻ വേണ്ടി ഒരുക്കം നടത്തിയ കാലഘട്ടം അല്ലേ. 12 മാസത്തെ 6 മാസം സുഗന്ധദ്രവ്യം കൊണ്ടും 6 മാസം അല്ലെങ്കിൽ മൂറിൻ കയ്പിൻ്റെ തൈലം കൊണ്ടും അല്ലെങ്കിൽ സുഖസമ്മിശ്രമായ ഒരു ജീവിതത്തിൽ കൂടെ ഒരു മണവാട്ടിയായി ഒരുക്കിയെടുത്ത കാലഘട്ടമാണ് 2-ാം കാലഘട്ടം. 3-ാം കാലഘട്ടം രാജാവിൻ്റെ രാജ്ഞിയായി വാഴുന്ന കാലഘട്ടമാണ്. അത് തന്നെയാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 3 ദിവസങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. 1-ാം ദിവസം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ 1:35, ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ ക്രിസ്ത്യൻ ലൈഫ്. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. 1-ാം ദിവസം, അതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം ചേർത്ത ഞാൻ ഈ പറയുന്നത്. പിറ്റേന്നാൾ യേശു നടന്നു പോകുമ്പോൾ ന്യായപ്രമാണത്തിന്റെ അവസാന കണ്ണിയായ ലേവിയ പൗരോഹിത്യത്തിന്റെ അവസാന വാക്കായ സക്കരിയാവിന്റെ മകനായ യോഹന്നാൻ നിന്നുകൊണ്ട് വിരൽ ചൂണ്ടി പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 1-ാം ദിവസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കണ്ടെത്തിയ ദിവസമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളത്തിൻ്റെ മണ്ണിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഗോവയിലോ ആന്ധ്രയിലോ നിങ്ങൾ എവിടെയോ ജനിച്ചു വളരട്ടെ, ഇംഗ്ലണ്ടിലായിക്കൊള്ളട്ടെ, അമേരിക്കയിലോ ഓസ്ട്രേലിയയോ അറേബ്യയിലോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയ ഒരു ദിവസമുണ്ട്. അതാ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് കൊണ്ട് സന്തോഷത്തോടെ പറയണം, എത്ര നന്മകൾ വാരിക്കുട്ടിയാലും, എത്ര വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തിയാലും, എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും, വാട്ട് എവർ മേ ബി ദ പൊസിഷൻ ഓർ പൊസിഷൻ യു ഹാവ്, ദിസ് ഈസ് ദ മോസ്റ്റ് ഹോണറബിൾ ആൻഡ് റിജോയ്സിംഗ് ഡേ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ്. ഐ മെറ്റ് മൈ ജീസസ് ആസ് മൈ പേഴ്സണൽ സേവിയർ. യേശുവിനെ ഞാൻ കണ്ടുമുട്ടി, യേശുവിൻ്റെ മകനായി മാറി, യേശുവിൻ്റെ മകളായി മാറി, യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. അതാ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ധന്യർ ഈ ഭൂമിയിൽ ആരുമില്ല. യേശുവിനെ അറിയാത്ത ലക്ഷോപലക്ഷങ്ങളുടെ നാട്ടിൽ നിന്ന്, അല്ലല്ല, അന്യായ ആരാധനയുടെ നാട്ടിൽ നിന്ന്, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ദൈവം ഒരു ഭാഗ്യം തന്നുവെങ്കിൽ ആ സന്തോഷത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാ ദ ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം. പ്രൈസ് ഗോഡ്. ഒരിക്കൽ പാപാന്തകാരത്തിലായിരുന്നു നാം. പ്രൈസ്. ഇന്ന് നമുക്ക് വളരെ സന്തോഷമാണ്. ആത്മാവിൽ പാടാൻ പറ്റി, കൈയടിക്കാൻ പറ്റി, വചനം കേൾക്കാൻ പറ്റുന്നുണ്ട്, തുള്ളിച്ചാടി നൃത്തം ചെയ്യാൻ പറ്റുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ആവോളം അധ്വാനിപ്പാൻ ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. പക്ഷേ മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മൾ. അവിടെ നിന്നുകൊണ്ടാണ് മറന്നു പോകരുതാത്ത കാര്യമാണ് രക്ഷയുടെ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഓർക്കണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ. കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് മടക്കിത്തരണം. ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ UK മണ്ണിൽ വന്നിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വലിപ്പം കൊണ്ടോ കടന്നു പോകുന്ന ഏതെങ്കിലും വെല്ലുവിളി കൊണ്ടോ രക്ഷയുടെ സന്തോഷത്തെ ഒന്നും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ജൂൺ മാസം 1-ാം തീയതി കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഒരിക്കൽ റീകോൾ ഹല്ലേലൂയ ദ സ്റ്റാറ്റസ് ഓഫ് യുവർ സാൽവേഷൻ. രക്ഷയുടെ ആ സന്തോഷം ഒരിക്കൽ കൂടെ ഒന്ന് ഏറ്റുപറയുവാൻ എത്ര പേർ ആത്മാവിൽ തയ്യാറാകും? എല്ലാവരും ഒരു നിമിഷം ഹല്ലേലൂയ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവളാണ്. ഇത്ര വലിയ ഭാഗ്യം, പ്രൈസ് ഗോഡ്, ഇത്ര വലിയ സന്തോഷം, ഇത്ര വലിയ ഭാഗ്യം എനിക്ക് തന്നതോർത്ത് എത്ര പേർ കർത്താവിന് നന്ദി പറയും? യേശു എനിക്കായി മരിച്ച് യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 1-ാം ദിവസം. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗഖാന നാട്ടിലാക്കുവാ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗഖാന നാട്ടിലാക്കുവാ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ, ഓ പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ വേഗം വരാ എന്നുരച്ചിട്ടമയം തീർത്താശ നൽകി. വേഗം വരാ
എന്നു രക്ഷിക്കാമയം തീർത്താശ നൽകി എന്നെ സമ്പം. വേറെ ഒന്നുമില്ല, വേറെ യേശു മാത്രം. മക്കളെ, എത്ര സന്തോഷമല്ലേ യേശുവിനായി മരിച്ച് യേശുവിനെ രക്ഷകനായി കണ്ടുമുട്ടിയ ദിവസമാ ഒന്നാം ദിവസം. രണ്ടാം ദിവസം യോഹന്നാൻ 1:43 വാക്യം, ജോൺ ചാപ്റ്റർ 1:43. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. The second day is the day that we begin to follow Jesus Christ. യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ദിവസമാണ് രണ്ടാം ദിവസം. യേശുവിനെ കണ്ടുമുട്ടിയാൽ അവിടെ നിൽക്കുകയല്ല, അന്ന് മുതൽ യേശുവിൻ്റെ പിന്നാലെ നാം യാത്ര ചെയ്യുകയാണ്. യേശുവിനോടൊപ്പമുള്ള യാത്രയാണ് ക്രിസ്ത്യ ജീവിതം. ഈ മണ്ണിലെ യേശുവിനോടൊപ്പമുള്ള ജീവിതമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ രണ്ടാം ദിവസം. യേശുവിൻ്റെ വചനം കേട്ട് അവൻ്റെ ദാസന്മാർ അവൻ്റെ വചനം കേട്ട് സഞ്ചരിക്കുന്ന, വിശദീകരണം ആവശ്യമുണ്ടെങ്കിലും വൈകുന്നേരം ഞാൻ അല്പം കൂടെ അത് ഓർപ്പിക്കാം. അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. യേശുവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ദിവസമാണ് രണ്ടാം ദിവസം. ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് how many of you can feel that somebody is holding your right hand? ആരോ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മിടുക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പോലെ പോഷന്മാർ ഈ മണ്ണിലില്ല. അല്ലല്ലേ? എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതൽ എപ്പോഴും നെഞ്ചത്ത് കൈവച്ച് പറയും, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഹല്ലേലൂയ. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാ ഒരു ദൈവ പൈതലിൻ്റെ അഭിമാനം. ആരോ നമ്മളെ കൈപിടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന്, ശുശ്രൂഷയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും സ്കൂളിൽ ഓർ കോളേജ് എവിടെയാണെങ്കിലും ദൈവം വലങ്കരം പിടിച്ചത് കൊണ്ടാ ഇവിടെ വരെ വന്നത്. ദൈവം നടത്തിയ വഴികൾക്കായി എന്നും നന്ദി പറയണം. രക്ഷയുടെ സന്തോഷം പോലെ തന്നെ മറന്നു പോകാത്ത രണ്ടാം ദിനമാണ് ദൈവത്തെ ആരാധിക്കുന്ന ദിവസം. Hallelujah. ഒരു വർഷിപ്പ് ടീം. I thank God for the wonderful choir over here. Thank you for the servant of God, Pastor James തോന്നിയാമൽ, അങ്ങനെയുള്ള എല്ലാവർക്കുമായി സ്തോത്രം. പക്ഷേ ഇവർ പാടുമ്പോഴും ഇവർ കൈയടിക്കാൻ പറയുമ്പോഴും മാത്രം ലിമിറ്റ് ചെയ്യേണ്ടതല്ല ആരാധന. ആരാധന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് അടിച്ചമർത്തുവാൻ കഴിയാത്ത ഒരു ആരാധന ജീവിതത്തിലുണ്ടായിരിക്കണം. കൊട്ടാരത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും കാരാഗ്രഹത്തിലാണെങ്കിലും ഒരുപോലെ കൈയടിച്ച് പാടുവാൻ കഴിവുള്ള ഒരു കൂട്ടരുണ്ടെങ്കിൽ അവരുടെ പേരാ ദൈവമക്കള്. ചെറുക്കൻ്റെ വീട്ടിലായിരുന്ന പെണ്ണിൻ്റെ വീട്ടിൽ ആർക്കും പറയാം, പറയുന്നവർക്കൊരു സമ്മാനമുണ്ട്, പാസ് തരും. ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചായിരുന്ന പെണ്ണിനെ വിട്ടിച്ചു. 2:9 വാക്യം, 2:9. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരില്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. അവൻ രുചി നോക്കിയാരെ മണവാളനെ വിളിച്ചു. വന്നു കയറിയ വീട്ടിൽ പെണ്ണിനെ വിളിച്ചു നോക്കത്തില്ല. മണവാളൻ്റെ വീടായതുകൊണ്ടാണ് മണവാളനെ വിളിച്ചു ചോദിച്ചത്, കുഞ്ഞെ ഈ കാശ് മുടക്കി നല്ല വീഞ്ഞ് എവിടെയാണ് ഒളിപ്പിച്ചേ? ഒന്നുകൂടെ ഒന്ന് പ്രൂവ് ചെയ്തെന്നേ ഉള്ളു. നമ്മുടെ വിവാഹ ദിനം ആത്മ മണവാളനായ ക്രിസ്തുവുമായിട്ടാണ്. അവൻ്റെ കാന്തയായി മണ്ണിൽ ഒരുങ്ങുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം. സകല ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളെയും വർജിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിച്ച് അവസാനത്തോളം അവൻ്റെ സാക്ഷികളായി ജീവിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ്. വെണ്മ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ദിവസം കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ കാന്ത അല്ലെങ്കിൽ ഒരുങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടമായി രണ്ടാം ദിവസം അത് സംഭവിക്കാൻ പോവുകയുള്ളൂ. മടങ്ങി വരാം. ഈ കല്യാണം ഉണ്ടായത് ഗലീലയിലാണ്. ഒരു ആഘോഷം നടക്കേണ്ട സ്ഥലമല്ല ഗലീല. ഞാൻ വിവിധ വിഷയങ്ങളെയാണ് സ്പർശിച്ചു പോകുന്നത്. ഗലീല എന്ന് പറയുന്നത് 20 പട്ടണങ്ങൾ ചേർന്ന ഒരു സ്ഥലമാണ്. ദക്കപ്പൊലി ദേശത്ത് ഉൾപ്പെടെയുള്ള യഹൂദിയിലും യെരുശലേമിലൊക്കെ ഉള്ള നമുക്കറിയാം 20 പട്ടണങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ഇരുട്ട് മൂടിയ സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ദ പ്രൊവിൻസസ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ് ഗലീലയെക്കുറിച്ച് അറിയുന്നത്. അതറിയണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. 1 രാജ 9 വായിക്കണ്ട, 10 മുതൽ 13 വരെ ഞാൻ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ശലോമോൻ രാജാവ് രാജ്യത്വം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹമായിരുന്നു, പിതാവിൻ്റെ ആഗ്രഹം പോലെ വലിയ അതിമനോഹരമായ ഒരു ദേവാലയം പണിയണം. അതിനു വേണ്ട ഇരുമ്പും അതിനു വേണ്ട ചെമ്പും താമ്രങ്ങളും സ്വർണങ്ങളും വെള്ളികളും സകല വസ്തുക്കളും ദാവീദ് ശേഖരിച്ചു വെച്ചിരുന്നു. മരത്തിൻ്റെ അല്ലെങ്കിൽ തടിയുടെ കുറവ് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് അല്ലെങ്കിൽ ശലോമോൻ രാജാവ് ഒരു കത്തെഴുതി ഹീരാം എന്ന സോർ രാജാവിന് ഒരു കത്തെഴുതി, ഞങ്ങൾ വലിയൊരു ദേവാലയം പണിയാൻ പോകുന്നു, കാരണം ഞങ്ങളുടെ ദൈവം വലിയവനാണ്. ആ ദേവാലയം വലിയതായതുകൊണ്ട് അതിനു വേണ്ട പണിക്ക് ഞങ്ങൾക്ക് മരമില്ലാത്ത കൊണ്ട് നിന്റെ ദാസന്മാർ ഞങ്ങൾക്ക്, അവിടെ കാടുകളുള്ള സ്ഥലമാണ്, വനത്തിൽ നിന്ന് ദേവദാരുവും അല്ലെങ്കിൽ സരളവൃക്ഷങ്ങളും വെട്ടിയിട്ട് ചങ്ങാടം കെട്ടി ഞങ്ങൾക്ക് വേണം. അങ്ങനെ ഹീരാം അല്ലെ ആവശ്യത്തിന്, ഇത് കേട്ടോണ്ട സന്തോഷം, ദാവീദ് രാജാവിന് ജ്ഞാനമുള്ള വിവേകമുള്ള ഒരു മകനെ ദൈവം കൊടുത്തല്ലോ, അവന് വേണ്ട സകല മരങ്ങളും വൃക്ഷങ്ങളും ഞങ്ങൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് സകല മരങ്ങളും ആലയത്തിന് വേണ്ട തടികളും ഹീരാം രാജാവ് കൊടുത്തു. സമ്പന്നനായ ഹീരാം രാജാവ് അത് കൊടുത്തു. അങ്ങനെ സമ്മാനമായിട്ട്, ഇത് കിട്ടിയതിൻ്റെ ആവേശത്തിന് സമ്മാനമായിട്ട് ശലോമോൻ ഗലീലയിലെ 20 പട്ടണങ്ങൾ എഴുതി കൊടുത്തു. 20 പട്ടണങ്ങൾ ഗിഫ്റ്റായിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഈ സമ്മാനം ഒന്ന് കാണാൻ വേണ്ടി പുള്ളി കുതിരപ്പുറത്ത് കയറിയിട്ട് ഗലീലയിലെ 20 പട്ടണങ്ങൾ കടന്നു വന്നപ്പോഴാണ് അതിൻ്റെ, എനിക്ക് തോന്നുന്നു 11-ാം വാക്യത്തിലുണ്ട്, ആ പട്ടണങ്ങൾ ആർക്ക് ബോധിച്ചില്ല? ഹീരാമിനെ ബോധിച്ചില്ല. അതുകൊണ്ട് ആ പ്രദേശം ഇന്ന് വരെ കാബൂൾ ദേശം എന്നറിയപ്പെടുന്നു, ഇരുട്ട് മൂടിയ സ്ഥലങ്ങൾ. അപ്പോൾ നോക്കണം, അങ്ങനെ ഇരുട്ട് മൂടിയ 20 സ്ഥലത്തിൻ്റെ പേരാണ് ഗലീല. ഇരുട്ടെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങളുള്ള, ഒരു മണ്ണിൽ അല്ലെങ്കിൽ ഒരു കൃഷി മുളയ്ക്കാത്ത, നട്ടാലൊന്നും പൊട്ടിമുളയ്ക്കാത്ത ഒരു നാടായിരുന്നു 20 പട്ടണങ്ങളടങ്ങിയ ഗലീല പ്രദേശങ്ങൾ. അല്ലല്ലേ കഫർനഹൂമും ബത്സയിദയും അല്ലല്ലേ കോരേശും എല്ലാം ഒക്കെയുള്ള 20 പട്ടണങ്ങളുള്ള ഗലീല. അല്ലല്ലേ ദാവീദ് രാജാവിൻ്റെ അല്ലല്ലേ സൈന്യശക്തിക്കോ അല്ലെ ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനത്തിനോ ഹീരാമിൻ്റെ സമ്പത്തിനോ മാറ്റുവാൻ കഴിയാത്ത ഇരുട്ട് വ്യാപരിച്ച ഗലീല പട്ടണത്തിൽ മത്തായി 4:14, ലൂക്കോസ് 4:14 വരുമ്പോൾ യേശു നസറേത്തിലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങി നേരെ ഗലീലയിലേക്ക് ചെന്നു. അവിടെ ഇങ്ങനാണ് വിളിച്ചു പറഞ്ഞത്, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നസറേത്തിൽ പള്ളിയിലെ മാനിഫെസ്റ്റോ യേശു പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങി ഗലീല പട്ടണങ്ങളിലേക്ക് വന്നു. അങ്ങനെ ഒരു പട്ടണമാണ് ഗലീലയിലെ കാനാവ്. അല്ല, രാജാവിൻ്റെ സൈന്യത്തിനോ രാജാവിൻ്റെ കഴിവിനോ ധനത്തിനോ മാറ്റുവാൻ കഴിയാത്ത ഇരുട്ട് മാറ്റിയത് യേശുവിൻ്റെ പാദസ്പർശമാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ലോകത്തിന് മാറ്റുവാൻ കഴിയാത്ത, ഡോക്ടർമാർക്ക് മാറ്റുവാൻ കഴിയാത്ത നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ ഇന്ന് പകൽക്കാലം യേശു തൻ്റെ കരം നീട്ടി ഇവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് അല്ലെങ്കിൽ ഉൽപ്പത്തി 1:3 പറഞ്ഞെങ്കിൽ അതേ വെളിച്ചം ഇന്ന് പകൽ ചിലരുടെ മേൽ വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായെങ്കിൽ യേശു ഇന്ന് പകൽ കൽപ്പിക്കാൻ പോകുക, ഇവിടെ വെളിച്ചം വ്യാപരിക്കട്ടെ. ഇന്നലകളെ മാറ്റിമറിക്കുന്ന ഒരു കർത്താവ്. അല്ല, ഗലീലയുടെ ഇരുട്ട് മാറ്റുവാൻ യേശു അവിടേക്ക് കടന്നു വന്നു. സ്തോത്രം. അങ്ങനെ ഗലീലയുടെ ഇരുട്ട് മാറിയ ആ ഗലീലയിലാണ് ഈ ഒരു അത്ഭുതം നടക്കുന്നത്. ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ പഠിക്കുവാനിടയായി തീരട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു. യോഹന്നാൻ 2:1 വാക്യം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. അല്ലെ, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേരെൻ്റെ കൂട്ടത്തിലുണ്ട്? നമ്മുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടല്ലോ ആരെ വിളിക്കണം? ഇൻവൈറ്റ് ഹിം. ദൈവത്തെയും ദൈവദാസന്മാരെയും ഉൾപ്പെടുത്താത്ത ഒരാഘോഷം നമുക്ക് പാടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇൻവൈറ്റ് ജീസസ്, ഇൻക്ലൂഡ് ജീസസ്. ഹല്ലേലൂയ. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടാത്തത്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറയുന്നതായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ യേശുവിനെ ഉൾപ്പെടുത്തുന്നത് എപ്പോഴാണ്? അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഹല്ലേലൂയ. നമുക്ക് ഈ കഷ്ടം വരുമ്പോൾ പെന്തിക്കോസുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കഷ്ടം വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താ? വൈ ലോർഡ്? കർത്താവ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ചോദിക്കാറില്ലേ? വേദന വരുമ്പോഴേ, രോഗം വരുമ്പോഴേ, സർജറി വരുമ്പോഴേ, കഷ്ടം വരുമ്പോഴേ, ജോലി പോകുമ്പോഴേ ചോദിക്കും, കർത്താവ് എന്ത് ഇതൊന്നും മാറും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന്. അതിൻ്റെ ചോദ്യം കേട്ട ഓർക്കും 24 മണിക്കൂർ ഉപവാസ പ്രാർത്ഥന മാത്രം നടത്തുന്നവരാണ് നമ്മളെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ശമ്പളം കൂടുതൽ കിട്ടിയപ്പോൾ ചോദിച്ചോ വയലോടെന്ന്? എൻ്റെ കൂട്ടത്തിലുണ്ടോ? ദൈവം എല്ലാം ഒരു ഉദ്ദേശത്തോടാണ് ചെയ്യുന്നത്. അല്ലേ, നന്മ തന്നാലും കഷ്ടം തന്നാലും അതിൻ്റെ പിന്നിൽ ഗോഡ് ഹാസ് എ ഡിവൈൻ പ്ലാൻ ആൻഡ് പർപ്പസ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മക്കളെ തരുമ്പോഴും, അവർക്ക് വിദ്യാഭ്യാസം തരുമ്പോഴും, അവർക്ക് ഉയർച്ച തരുമ്പോഴും, അല്ലെങ്കിൽ നമുക്കൊരു കഷ്ടം വരുമ്പോഴും ദൈവം ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്നത്. വി ആർ ബ്രോക്കൺ ഫോർ എ പർപ്പസ് എന്നാണ് പറയുന്നത്. നാം ഉടയുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്.
പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം അറിയാത്തതൊന്നും സംഭവിച്ചില്ല എന്നൊരു വെളിപ്പാട് പ്രാപിക്കണം. ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത, ദൈവത്തിൻ്റെ കരം തൊടാത്ത ഒരു നന്മയുമില്ല, ഒരു പ്രതിസന്ധിയില്ല. ആ വെളിപ്പാട് അകത്ത് കയറിയില്ലെങ്കിൽ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ സുഖകാലത്ത് മാത്രം പാടുന്നവരായി മാറും, ഇല്ലെങ്കിൽ സന്തോഷമുള്ളപ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറും. രോഗം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽക്കാലം അല്ല, വചനത്തിലെ ഏറ്റവും വളരെ സന്തോഷകരമായ വാക്യങ്ങളിൽ ഒന്നാണ്, എല്ലാം സന്തോഷകരമാണ്. അവൻ നമ്മുടെ തലയിലെ ഓരോ മുടി പോലും ആരെണ്ണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയും കഷണ്ടിയൊക്കെ വന്ന് തുടങ്ങിയല്ലോ എന്നൊക്കെ വിഷമിക്കുന്നല്ലാതെ മുടി എത്ര പോയതിൻ്റെ കണക്കൊന്നും ആരുടെ കയ്യിലും ഇല്ല. പക്ഷെ നിങ്ങളുടെ തലയിലെ മുടി പോയതിൻ്റെ കണക്ക് ആരുടെ കയ്യിലുണ്ട്? പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ തലയിലെ മുടി നിങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത, നിങ്ങളുടെ തലയിലെ നിലത്ത് വീണ, പില്ലോയിൽ വീണ, നിങ്ങൾ കോമ്പി ബ്രഷ് ചെയ്തപ്പോൾ പൊഴിഞ്ഞുപോയ ഒരു മുടിയുടെ കണക്ക് പോലും കർത്താവിൻ്റെ പക്കലുണ്ടെങ്കിൽ അവൻ നമ്മുടെ സകല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാദികളും ഒരുപോലെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ വെളിപ്പാടകത്തുണ്ടായിരിക്കണം. ദൈവം അറിയാത്തതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെ പറയണം. എൻ്റെ ജീവിതത്തിൽ എവരിത്തിങ്, എല്ലാം ദൈവം അറിഞ്ഞാൽ സംഭവിച്ചു. എന്തുകൊണ്ടെന്നല്ല ചോദിക്കേണ്ടത്, ഇത് എന്തിനാണെന്നാ ചോദിക്കേണ്ടത്. എന്തുകൊണ്ടെന്നല്ല ചോദിക്കേണ്ടത്, കർത്താവേ എന്തിനാ അങ്ങനെ ഇപ്പോൾ തൊടുന്നത്, എന്തിനാ അങ്ങനെ ഉയർത്തിയത്, എന്തിനാ അങ്ങേ മാനിച്ചത്, ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇന്ന് പകൽ എനിക്കറിയണം. പ്രൈസ് ഗോഡ്. ഇൻവൈറ്റ് ജീസസ്. എല്ലാറ്റിലും കർത്താവിനെ വിളിക്കണം. ഇവിടെ പറയുകയാണ്, കാനാവിലെ കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളാണേലും അല്ലേ, കർത്താവ് ഉൾപ്പെടാത്ത ഒരാഘോഷം നമുക്ക് വേണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ഇല്ലാത്ത ഒരു പരിപാടി നമ്മുടെ വീട്ടിൽ വേണ്ട എന്ന് വെക്കണം. ദൈവ സാന്നിധ്യം ഇല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. യേശു പോകാത്തിടത്ത് ഞാൻ പോകത്തില്ല. യേശു കൂടെ നിൽക്കാത്തിടത്ത് ഞാൻ പറയത്തില്ല. യേശു കാണാത്തത് ഞാൻ കാണത്തില്ല. യേശു കേൾക്കാത്തത് ഞാൻ കേൾക്കത്തില്ല എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുന്നവരായിരിക്കണം നാം. ഹല്ലേലൂയ. മന്നായ പലരുടെ അല്ലെങ്കിൽ മധുരമുള്ള അല്ല വെള്ളം, മാറായിലെ വെള്ളം മധുരമായതോ അല്ലെ നല്ല വസ്ത്രം ഇട്ടതൊന്നുമല്ല മോശയ്ക്ക് വിഷയം. യഹോവേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ എങ്ങും പുറപ്പെടുവിക്കരുത്. ഇന്ന് പകൽക്കാലമല്ല, വാരിക്കുട്ടിയ നന്മയുടെ കണക്ക് പറഞ്ഞിട്ട് കൈയടിച്ച് ആഘോഷപ്പെടുന്നതിന് മുമ്പ് ഇന്ന് പകൽ we need to recheck whether the presence of the Lord is with or not. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കുന്ന പകലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെവിടെ, എനിക്ക് തോന്നുന്നു ഇവിടെ പാട്ട് പാടിയ ദൈവദാസനാന്ന് തോന്നുന്നു, ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, അർദ്ധരാത്രിക്ക് അല്ലെങ്കിൽ അപ്പനെയും അമ്മയും വിട്ട് ഓടിപ്പോകുന്ന യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ സൂര്യൻ അസ്തമിച്ച് കൈ കിട്ടി ഒരു കല്ലെടുത്ത് തലേണയായിട്ട് വെച്ച് അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാത്രി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, യഹോവ ഇവിടെ ഉണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. എവിടെ ഉണ്ടെന്നാ പറയുന്നത്? പരിവരുത്ത കല്ലിൽ സുഖമായി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യഹോവ അവിടെ ഉണ്ടെന്നുള്ള സത്യമാണ്. ജീവിതത്തിൻ്റെ പരിവരുത്ത മേഖലകളിലും മനസ്സ് പതറിപ്പോകാതെ ആത്മാവിൽ ആരാധിപ്പാൻ സ്വസ്ഥവും ശാന്തമായി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എല്ലാം തികഞ്ഞവരൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയിട്ടല്ല നിങ്ങൾ ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്നത്. എല്ലാ രോഗവും മാറിയിട്ടല്ല നിങ്ങളിവിടെ വന്നത്. എങ്കിലും നിങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ യഹോവ ഇവിടെയുണ്ട് സത്യം. എത്ര പേർക്ക് അത് വിളിച്ചു പറയാൻ പറ്റും? അല്പസമയം കർത്താവിന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. യഹോവ എൻ്റെ കൂടെയുണ്ട് സത്യം. യഹോവ എൻ്റെ വീട്ടിലുണ്ട് സത്യം. യഹോവ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുണ്ട്. ഈ രോഗത്തിൽ യേശു എൻ്റെ കൂടെയുണ്ട്. യഹോവ ഇവിടെയുണ്ട് സത്യം. യഹോവ ഇവിടെയുണ്ട് സത്യം. യഹോവ ഇവിടെയുണ്ട് സത്യം. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ സഹോദരനേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ വീട്ടുകാരേക്കാൾ, എൻ്റെ നാട്ടുകാരേക്കാൾ യഹോവ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ സഭയിൽ യഹോവയുണ്ട് സത്യം. എൻ്റെ വീട്ടിൽ യേശു ഉണ്ട് സത്യം. എൻ്റെ ജോലിയിൽ യേശു എൻ്റെ കൂടെയുണ്ട് സത്യം. തനിച്ചു നടക്കുവാൻ പ്രാപ്തിയില്ലാത്ത എന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റിയത് അവൻ എൻ്റെ കൂടെയുണ്ട് സത്യം. ഹല്ലേലൂയ. യഹോവ കൂടെയുണ്ട് സത്യമെങ്കിൽ തെളിവാണ് എല്ലാ കല്ലും തലയണയായിട്ട് മാറും. എവരി പ്രോബ്ലം വിൽ ടേൺ ഇൻ ടു എ പില്ലർ.
ഇഫ് യു മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് ദെയർ. രാത്രി മൊത്തം വേണമെങ്കിൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ, അടുത്ത പ്രവാചകനെ കൊണ്ടുവന്നിട്ട് ഈ തലയിലോട്ട് വെച്ചിട്ട് അരി ആട്ടുന്ന പോലെ തലയെ കാട്ടിട്ട് പറഞ്ഞതിന്, കർത്താവ് ഈ കല്ലൊന്ന് മാറി കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ബ്രേക്ക് ദി സ്റ്റോൺ അവേ ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഈ പ്രോബ്ലം, ഈ ചെയിൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യണമേ. പക്ഷേ യാക്കോബ് തീരുമാനിച്ചു, ഈ കല്ല് ഞാൻ തലയണയാക്കാൻ പോകുകയാണ്. എൻ്റെ പ്രതിസന്ധികളെ ഞാനൊരു പില്ലോ ആക്കി മാറ്റും. എൻ്റെ കഷ്ടതകളെ എനിക്ക് സ്വസ്ഥതയ്ക്ക് കാരണമാക്കി മാറ്റും. എൻ്റെ വേദനയെ ആരാധന വിഷയമാക്കി മാറ്റും. എൻ്റെ നിന്ദയെ ദൈവപ്രവൃത്തിക്ക് മഹത്വം കൊടുക്കുവാൻ ഞാൻ പ്രയോജനപ്പെടുത്തും. എൻ്റെ അവസരങ്ങളെ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. എല്ലാ കല്ലും തലയണയായി മാറും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് ഞാൻ കാണുന്ന every stone, every pillars, every problems, every obstacles, every hurdle seems to be like a big mountain. But as a child of God, I declare this morning, it will turn into a pillow. It will turn into a comfort and peace in my life. ഇന്നത്തെ എൻ്റെ പ്രതിസന്ധി എനിക്കൊരു തലയണയായി മാറും. ആത്മസന്തോഷത്തോടെ എൻ്റെ വേദന ഒരു തലയണയായി മാറും. എൻ്റെ നിന്ന എനിക്കൊരു അഭിമാനമായി മാറും. എൻ്റെ വേദന എനിക്കൊരു തലയണയായി മാറും. എൻ്റെ കഷ്ടത എനിക്ക് ആശ്വാസമായി മാറും. മേക്ക് എ ഡിസിഷൻ, മേക്ക് എ ഡിസിഷൻ. ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ആ തീരുമാനമെടുത്തോട്ട്, ഞാൻ എൻ്റെ വേദനയെ, എൻ്റെ നിന്ദയെ എൻ്റെ അഭിമാനമാക്കി മാറ്റാൻ പോകുക. ആത്മാവിൽ സന്തോഷിച്ചോ? ആത്മസാന്നിധ്യത്തോടെ പേര് പറഞ്ഞ് ആ കല്ല് തലയണയാകാൻ പോകുക. ആ കഷ്ടം തലയണയാകാൻ പോകുക. ആ തടസ്സം തലയണയാകാൻ പോകുകയാണ്. അവിടെ കൊണ്ട് തീരത്തില്ല. The moment you make a decision, I'm going to turn my problem into a pillow. അടുത്ത പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് യാക്കോബ് ചെയ്തത്, തലയണയായ കല്ലെടുത്ത് തൂണായി നിർത്തി അതിൽ എണ്ണയൊഴിച്ച് ഉടമ്പടി എടുത്തു. അതിൻ്റെ മൂന്നാം ഘട്ടം ഇങ്ങനെയാണ്. 1, ഹല്ലേലൂയ, തടസ്സം തലയണയായി മാറും. 3, ഹല്ലേലൂയ, എൻ്റെ തടസ്സം ആരാധന വിഷയമായി മാറി, ആലയത്തിലെ തൂണായി മാറി. ഇന്ന് ഞാൻ സഭയിൽ എഴുന്നേറ്റ് ഈ വിഷയത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് സഭയോട് ആവശ്യപ്പെട്ട് കടന്നുപോയെങ്കിൽ അടുത്ത ആഴ്ച അത് ആലയത്തിലെ തൂണായി, എണ്ണയൊഴുകുന്ന കല്ലായി, അത് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അത് ആരാധന വിഷയമായി, ഹല്ലേലൂയ, അഭിഷേകത്തിൻ്റെ എണ്ണയൊഴുകുന്ന കല്ലായി അത് മാറുമെന്ന് എത്ര പേർ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ്. ആ കാര്യം പറഞ്ഞ് കൈയടിക്കാൻ ദൈവം എനിക്ക് അവസരം തരും. ആ തടസ്സം പറഞ്ഞ് സ്തോത്രം പറയുവാൻ ദൈവം എനിക്ക് ആരാധനയ്ക്ക് വഴിയൊരുക്കുമെന്ന്. എല്ലാ ആഴ്ചയും ഹല്ലേലൂയ ഒരേ താളമല്ലെന്ന്. ദൈവമക്കളുടെ ആരാധനയുടെ താളം മാറണം, ട്യൂണ് മാറണം. I'm not talking about the rhythm, അല്ലെങ്കിൽ I'm not talking about the music സിസ്റ്റത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ ഈ ആരാധനയുടെ സ്വരം മാറണം. ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇന്നലെ അത് കല്ലായിരുന്നു, ഇന്ന് എനിക്ക് സ്തോത്രം പറയാൻ വിഷയമായി. ഇന്നലെ അത് വേദനയായിരുന്നു, ഇന്ന് പാട്ടുപാടുവാൻ വിഷയമായി. ഇന്നലെ അത് നിരാശയായിരുന്നു, ഇന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരമുണ്ടായി എന്ന് പറയത്തക്കവണ്ണം തടസ്സങ്ങളെ തൂണുകളാക്കി മാറ്റുന്ന, വെറും തൂണല്ല, എണ്ണ ഒഴുകുന്ന കല്ലുകളാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിനെ ഇൻവൈറ്റ് ചെയ്യണം. 2, അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ന്റെ 3-ാം വാക്യം, യോഹന്നാൻ 2:3. മതി, നമ്മൾ 4-ാം വാക്യത്തിലേക്ക് വരുന്നേ ഉള്ളൂ. 2, ഇൻഫോം ഹിം. 1, ഇൻവൈറ്റ് ജീസസ്, ഇൻക്ലൂഡ് ഹിം ആൻഡ് ഇൻവോൾവ് ഹിം ഇൻ എവറിത്തിങ്. നമ്പർ 2, ഇൻഫോം ഹിം. നമ്മുടെ എന്ത് ആവശ്യമുണ്ടല്ലോ ആരോട് പറയണം? യേശുവിനോട് വാ തുറന്ന് പറയാം. മറിയ ഇവിടെ വന്ന് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് പോരാതെ വരികയാൽ വീഞ്ഞില്ലെന്ന് പറയുന്നു. നമ്മൾ മെരിയോളജി ഒന്നും അല്ല ഇവിടുത്തെ, നമ്മുടെ ഇന്നത്തെ രാവിലെ പഠനമല്ലല്ലോ. യേശുവിനോട് കാര്യം പറയുക, വീഞ്ഞില്ലെന്ന് പറയും. എന്തുകൊണ്ടായിരിക്കാം കാനാവിലെ കല്യാണത്തിന്, നമ്മൾ പഴയ കാലത്ത്, ഇപ്പോഴത്തെ എല്ലാം ഈവൻറ്റ് മാനേജ്മെൻറ്റാണ് കല്യാണം നടത്തുന്നത്. പണ്ട് നാട്ടിൽ, ഞാനൊരു 30-40 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം തന്നെ ആയിരുന്നു. എല്ലാവരും ഓർമ്മയുണ്ടല്ലോ, പന്തലിടുന്നു, വിളമ്പുകാർ വരുന്നു, എന്തോ ഒരു ആവേശമായിരുന്നല്ലേ. ഇപ്പോൾ അതൊന്നുമില്ല, അല്ലല്ല, അവരവർ വരുന്നു, കഴിക്കുന്നു, പോകുന്നു. ആ കാലഘട്ടമൊക്കെ ഉണ്ട്. എന്നാൽ
ഇവിടെ വീഞ്ഞ് പോരാതെ വരുമെന്ന് പറയുമ്പോൾ 3 കാരണങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, ആവശ്യത്തിന് വീഞ്ഞ് കരുതി കാണത്തില്ല. ഈ യേശുവിനെ കല്യാണത്തിന് വിളിച്ചാൽ ഈ വരുന്നവരുടെ എണ്ണം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം യേശു പോകുന്നിടത്തൊക്കെ വലിയ പുരുഷാര യേശുവിൻ്റെ ഒക്കെ പോകും. വിളിച്ചത് യേശുവിനെയാണെങ്കിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ ആൾ ഇടിച്ച് കയറി കാണും. അപ്പോൾ ആവശ്യത്തിന് വീഞ്ഞ് അവർ കരുതാഞ്ഞത് കൊണ്ടാണ് ഒന്നാമത്തെ കാരണം വീഞ്ഞ് പോരാതെ വരുന്നത്. ഈ വർഷത്തിൻ്റെ അവസാനം ഒരു 21 ദിവസം ഇരുന്നിട്ട് പ്രാപിച്ചിട്ട് കൊടുക്കാമെന്ന് കൊണ്ട് ആരും കാത്തിരിക്കൊന്നും വേണ്ട. എന്നും രാവിലെ അതാത് ദിവസത്തെ കൃപ പ്രാപിച്ചോണം, ആവോളം പ്രാപിച്ചോണം. ഇത് ശേഖരിക്കാവുന്ന കാലമാണ്, അല്ല ഇത് ശേഖരിക്കാവുന്ന കാലമാണ്. നാളെ കൈയടിക്കാൻ പാടില്ലെന്ന് പരസ്യ നിയമം വരുന്നതിന് മുമ്പ് കൈയടിക്കാവുന്നിടത്തോളം കൈയടിച്ചോണം. ഹല്ലേലൂയ. ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിന് മുമ്പ് ആരാധിക്കാവുന്നിടത്തോളം ആരാധിച്ചോണം. ദൈവരാജ്യത്തിന് വേണ്ടി ഓടാവുന്നിടത്തോളം ഓടിക്കോണം. ഈ വേനൽക്കാലം ദൈവം തന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. ഈ സമയം പ്രാപിക്കാവുന്നതോളം വചനം വായിച്ചോണം, പഠിച്ചോണം, പ്രാർത്ഥിച്ചോണം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ആവോളം ശേഖരിച്ചു വെക്കണം. കടന്നു വരുന്ന പ്രതിസന്ധിയുടെ ആഴം അറിയത്തില്ല, വന്നു കയറുന്ന ആളിൻ്റെ എണ്ണം അറിയത്തില്ല. അവർക്ക് കൊടുക്കത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം എൻ്റെ പക്കലുണ്ട് എന്ന് കരുതി വെക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ദൈവത്തിനു വേണ്ടി കരുതേണ്ട സമയമാ. ദൈവവേലയ്ക്ക് വേണ്ടി കരം തുറക്കേണ്ട സമയമാ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അധ്വാനിക്കേണ്ട കാലഘട്ടമാ. ദൈവവേലയ്ക്ക് വേണ്ടി ഓടേണ്ട കാലഘട്ടമാ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും ഓട്ടവും തിരക്കുമൊക്കെ എനിക്കും നിങ്ങൾക്കും എല്ലാം മനസ്സിലാകും. പക്ഷേ ദൈവകാര്യത്തിന് 1ാം സ്ഥാനം കൊടുത്തോണം. പ്രൈസ് ഗോഡ്. ദാവീദ് പറഞ്ഞല്ലോ, ദ പ്രയോറിറ്റി ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ? എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം. 27-ാം സംഘത്തിൽ 4-ാം വാക്യം. എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ രാപ്പകൽ ധ്യാനിക്കണം, യഹോവയുടെ ആലയത്തിൽ പാർക്കണം. രാജ്യം വേണ്ടാന്നോ, കിരീടം വേണ്ട എന്നോ, സിംഹാസനം വേണ്ട എന്നോ, ചെങ്കോല് വേണ്ട എന്നോ, രാജാവിൻ്റെ രാജ്യത്തിൻ്റെ നന്മ വേണ്ട എന്നോ അല്ലല്ലോ ദാവീദ് പറഞ്ഞത്. ബട്ട് ഐ ഹാവ് പ്ലേസ്ഡ് ഗോഡ് എബോവ് എവറിത്തിങ്. സകലത്തിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ദൈവത്തെ വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രാഥമിക വിഷയം എന്താണെന്ന് നാം അറിയണം. 1ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തെങ്കിലേ ബാക്കിയെല്ലാം ഓർഡറായി നടക്കത്തുള്ളൂ കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ആവശ്യത്തിന് കരുതേണ്ട കാലഘട്ടമാണ്. ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം, റൈറ്റ് ഏജ്, ആൻഡ് ഗോഡ് ഹാസ് ഗിവൺ ആംബിൾ ബ്ലെസ്സിങ് ഇൻ അവർ ലൈഫ്. സ്റ്റോർ അപ്പ് എവറിത്തിങ്. സകലതും ശേഖരിക്കണം. ഉപവസിക്കാവുന്നിടത്തോളം ഉപവസിച്ചോണം, പ്രാർത്ഥിക്കാവുന്നിടത്തോളം പ്രാർത്ഥിച്ചോണം. ആലയത്തിൽ വന്നിട്ട് പാട്ടുകാർ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കേണ്ട. കൈയടിക്കാൻ പറ്റുമെങ്കിൽ കൈയടിച്ചോണം, കൈ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈ ഉയർത്തിക്കോണം. നടന്നു പോകാൻ പറ്റുന്ന കാലത്ത് നടന്നു പോയിക്കൊള്ളണം. എന്തൊക്കെ ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തോണം. കാരണം ഇത് ആവശ്യത്തിന് കരുതി വെക്കേണ്ട കാലഘട്ടമാണ്. 2, ആവശ്യത്തിനൊക്കെ കരുതി വെക്കും. ഞായറാഴ്ച രാവിലെ, ഞാൻ മലയാളം കോൺസെപ്റ്റിലാണ് സംസാരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങി ഒരു 1 മണിക്കുള്ളിൽ കരുതാവുന്ന മുഴുവൻ എന്ത് ചെയ്യും? കരുതും. ഭയങ്കര നല്ല പ്രസംഗമായിരുന്നു പാസ്റ്ററെ, വി അപ്രിഷ്യേറ്റ് ചെയ്യും. നല്ല പാട്ടായിരുന്നു, ഇന്ന് നല്ല രസമായിരുന്നു. പക്ഷേ ഒരു സൈഡിൽ കൂടെ ശേഖരിക്കും, പാത്രത്തിന് ഒരു സൈഡിൽ കൂടെ ചോർച്ചയാണ്. വിളമ്പി തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആവശ്യത്തിന് വീഞ്ഞില്ലാത്തതിൻ്റെ കാരണം കരുതി വെച്ച പാത്രങ്ങൾക്ക് ചോർച്ചയുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്ക് മതി പ്രാപിച്ച് കൃപ മുഴുവൻ പോകാൻ. വളരെ ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഒരു നോട്ടം മതി, ഒരു ചിന്ത മതി, അരുതാത്ത ഒരു സംസാരം മതി, ഒരു ഇടപാട് മതി. പ്രാപിച്ച നന്മ മുഴുവൻ ചോരുന്ന വഴി നാം അറിയത്തില്ല. നേടിയതെല്ലാം നഷ്ടമായി പോകുന്നതിൻ്റെ കാരണം കൃപ ചോർന്നു പോകുന്ന വഴി ദൈവസഭ കണ്ടുപിടിക്കണം. പ്രൈസ് ഗോഡ്. എന്തു നല്ല ആത്മീയ സന്തോഷമായിരുന്നു. പക്ഷെ പിറ്റേ ആഴ്ച വന്നപ്പോൾ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ വാടിയിരിക്കുന്നു. പോയ വഴി അറിയണം. ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മുടെ ആത്മീയം കൊണ്ടുപോകേണ്ടത്. എല്ലാവരും വന്ന് നമുക്ക് കൈ തരണമെന്ന് നിർബന്ധം തോന്നുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും നമ്മളോട് സ്നേഹമായി സഹകരിക്കണമെന്ന് ആരും സ്വപ്നം കാണരുത്. എല്ലാവരും അനുകൂലമായിരിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. പക്ഷേ നമ്മുടെ കൃപ ചോർന്നു പോകാതെ നാം സൂക്ഷിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഹല്ലേലൂയ ആത്മീയ നന്മ ചോർന്നു പോകുന്ന വഴി നാം അറിയണം. ആത്മീയ കൃപകൾ, വചനം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, വചനത്തിൻ്റെ വെളിപ്പാടുണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തത്, തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധത്തിൽ.
പ്രൈസ് കടൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഐ എം ഏബിൾ ടു പ്രീച്ച് ഫോർ an hour and a half or 1 hour 2 hour ഐ എം ഓക്കെ സ്റ്റാൻഡിങ് ഓവർ ഹിയർ. ബട്ട് ജീവിതത്തിൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധികളിൽ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ നിന്ന് എനിക്ക് പാട്ട് പാടാൻ പറ്റി കാണും, പക്ഷെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ഇരുട്ട് മുറികളിൽ എനിക്ക് പാടാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ വചനമുണ്ടോ? ഹൃദയത്തിനകത്ത് പാട്ടുണ്ടോ എന്ന ഇന്ന് രാവിലെ അറിയേണ്ടത്. ചോർന്നു പോകുന്ന വഴി കണ്ടുപിടിക്കണം. ആത്മീകം ചോർന്നു പോകുന്ന വഴി. അരുതാത്ത കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഐ സ്പീക്ക് ടു ദ യങ്സ്റ്റേഴ്സ്, if anything that entangling with unwanted soul ties, you need to break it before you are losing the anointing that you received throughout your life. ജീവിതയാത്രയിൽ പ്രാപിച്ചെടുത്ത ആത്മീയ നന്മകൾ ചോർന്നു പോകുന്ന ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ മുറിച്ചു മാറ്റണം. ദൈവകൃപ ചോർത്തിക്കളയുന്ന, if any friendship or fellowship that's not progressing your spiritual journey, you need to put a full stop for that ever and ever. ദൈവകൃപ ചോർത്തിക്കളയുന്ന കൂട്ടും കൂട്ടായ്മയാണെങ്കിൽ പോലും അതിന് അന്തം വരുത്തുവാൻ ആത്മീയ ആരോഗ്യമുണ്ടാകണമെന്ന്. ഹല്ലേലൂയ. അയ്യോ, എങ്ങനെയാ ഞാൻ അവരോട് അത് പറയുന്നത്? അതിനാ നമുക്ക് സ്പിരിച്വൽ ഹെൽത്തി എന്ന് പറയുന്നത്. സ്പിരിച്വൽ മസിൽ ഡെവലപ്പ് ചെയ്യണം. ജിമ്മിലൊക്കെ പോകാം. ഇത് ജിമ്മാണ്. ഇതെന്തോ കോട്ട മക്കളെ, ബാസ്കറ്റ് ബോൾ അല്ലേ? ഓക്കെ, ബാസ്കറ്റ് ബോൾ കോർട്ട്. ഇവിടെയൊക്കെ വന്ന് എല്ലാവരും കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു. എന്തിനു വേണ്ടിയാ? ടു ഡെവലപ്പ് ദെയർ muscle, not only just entertainment, to develop your muscles. The same way you need to develop your spiritual muscles. ആത്മീയ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ you can resist the devil. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ അകത്ത മനുഷ്യൻ പുഷ്ടി പ്രാപിക്കണം. ഈ 3 നേരം, ഇന്നലെ ഞാൻ ഓർപ്പിച്ച കണക്ക് 3 നേരം കൃത്യമായി ആഹാരം കൊടുത്താൽ എത്ര നാൾ ജീവിക്കാൻ പറ്റും? അറിയാവുന്നവരെന്ന് പറഞ്ഞാട്ടെ. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന പോലല്ലേ, ഈ 3 നേരം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അതാണല്ലോ മിനിമം നമ്മുടെ ഭക്ഷണം. 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി. ഇങ്ങനെയാണ് അതിൻ്റെ ചൊല്ല്. ഈ 5 നേരം കഴിക്കുന്നവരെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യം പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചാൽ മാക്സിമം എത്ര നാൾ ജീവിക്കാൻ പറ്റും? ചുമ്മാ ഒരു വാക്ക് പറ, ഉറപ്പാണേ? അപ്പം ഒരു 70 ഏറെ ആയാൽ 80 എന്നൊക്കെ പാട്ടുകാരൻ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, 100 ആയാലും എനിക്ക് വിഷയമൊന്നുമല്ല, നിങ്ങൾ അനുഭവിച്ചോണം. അതുകൊണ്ട് ജീവിക്കും തോറും നിങ്ങൾ കഷ്ടം അനുഭവിച്ചോണം. പക്ഷേ ഇത്രയും 3 നേരം കൃത്യമായി കൊടുത്താൽ ഗ്യാരണ്ടി ഇല്ലെങ്കിൽ ഒരു സന്തോഷമാണ്, ഒരു 70, 80 അല്ലെ 90, 100 വയസ്സ് വരെ ജീവിക്കാമെന്ന്. പക്ഷേ അകത്ത മനുഷ്യൻ നിത്യതയോളം ജീവിക്കേണ്ടതാണ്. അതിന് ഒരു ഞായറാഴ്ചത്തെ പ്രസംഗം കൊണ്ടൊന്നും തൃപ്തിപ്പെടുത്തരുത്. ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കൊണ്ടോ, അല്ലെ രാവിലെ എഴുന്നേറ്റ് ഒരു ബൈബിളിലെ 4 പോർഷൻ വായിച്ചുകൊണ്ടോ അകത്ത മനുഷ്യൻ നിത്യതയോളം ജീവിക്കണമെങ്കിൽ അകത്ത മനുഷ്യന് ആവോളം ഭക്ഷണം കൊടുക്കണം. ആത്മീയ മനുഷ്യൻ അല്ലെങ്കിൽ ശോഷിച്ചു പോകാതിരിക്കേണ്ടതിന് അകത്ത മനുഷ്യൻ്റെ പുഷ്ടിയും കൂടെ ദൈവമക്കൾ ഓർക്കണമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് പാടിയാലും മതി വരാത്തത്. അതാ പ്രാർത്ഥിച്ചാലും കൊതി തീരാത്തത്. അതാ വചനം കേട്ടാലും നമുക്ക് ഹല്ലേലൂയ മതിയാകാത്തതിൻ്റെ കാരണം എനിക്കെൻ്റെ അകത്ത മനുഷ്യനെ പുഷ്ടിപ്പെടുത്തണം. അത് നിത്യതയോളം ജീവിക്കേണ്ടതാണ്. പ്രൈസ് കടലിയ. ആത്മീയ ജീവിതത്തിലെ ചോർച്ചകൾ കണ്ടുപിടിക്കണം. 3, അവിടെ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീരാൻ 3ാമത്തെ കാരണം എനിക്ക് മനസ്സിലായത് ഈ വിളമ്പുകാരുടെ കുറ്റം കൊണ്ടും വീഞ്ഞ് തീരും. അളീനെ കണ്ടപ്പോൾ 2 തവി കൂടുതലങ്ങ് വിളമ്പി. അമ്മാച്ചനല്ലയോ എന്ന് ഓർത്തുകൊണ്ട് വേണ്ടായെങ്കിലും എന്ത് ചെയ്യും, കുറച്ചുകൂടെ അങ്ങോട്ട് കോരി കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ അറിയണം. പ്രൈസ് കടൽ എവിടെ വിളമ്പുന്നതെന്ന് അറിയണം, ആരുടെ കൂടെ സഹകരിക്കുന്നതെന്ന് അറിയണം, ആരോടെ ഇടപെടുന്നതെന്ന് അറിയണം. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം. മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ദൈവമക്കൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. വലിപ്പച്ചെറുപ്പങ്ങളില്ല. ദൈവസഭയ്ക്കകത്ത് നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒറ്റ ശരീരങ്ങളാണ്, ഒരേ അവയവങ്ങളാണ്. ക്രിസ്തുവിൻ്റെ സഭ ഐക്യതയിൽ വേണം വളരുവാൻ വേണ്ടി. ദർ ഇസ് നോ പാർഷ്യാലിറ്റി വിത്ത് ഗോഡ്. ദൈവത്തിന് മുഖപക്ഷമില്ല, നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. പ്രൈസ് ഗോഡ്. അത് കുടുംബത്തിലാണേലും സഭയിലാണേലും നമുക്ക് ഒരു പാർഷ്യാലിറ്റി ഇല്ല. അതൊരു വലിയ കാര്യമാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആ വീട്ടിൽ ഇപ്പോൾ വീഞ്ഞ് പോരാതിരുക. നമുക്കിങ്ങനെ പ്രസംഗിക്കാൻ എളുപ്പം, പക്ഷേ ആ കുടുംബത്തിനകത്തോട്ട് നോക്കിയാട്ടെ. കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചു, എല്ലാവരും പന്തിക്കിരിക്കുകയാണ്. അന്നത്തെ കാലത്തെ ആചാരമായിരുന്നു ശ്രേഷ്ഠകരമായ ദ ഫൈനസ്റ്റ് ഡ്രിങ്ക് ദേ ഹാവ് ടു ബി സെർവ്ഡ് ടുവേഴ്സ് ദ എൻഡ്. അവസാനം ഏറ്റവും നല്ല പാനീയം അവർക്ക് കുടിക്കാൻ കൊടുക്കണം. അതാണ് കലവറയെന്ന് പെട്ടെന്ന് വിരുന്നുവാഴി വിളിച്ചു പറഞ്ഞു, അയ്യോ
നമ്മൾ 500 പേർക്കാണല്ലോ ശേഖരിച്ചത്, 5000 പേര് വന്നിട്ടുണ്ട്, എങ്ങനെ വിളമ്പും? വളരെ ഭാരമാണ്. ഇതറിഞ്ഞ മറിയാണ് ഓടി വന്ന് യേശുവിൻ്റെ അടുക്ക വന്ന് പറയുന്നത്. ഇവിടേക്ക് നാം പ്രവേശിക്കുകയാണ് നമ്മുടെ പ്രസംഗ വിഷയത്തിലേക്ക്. അതിൻ്റെ 4-ാം വാക്യം ഒന്നും കൂടെ വായിക്കും. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ യേശുവിനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, എനിക്ക് പ്രവർത്തിക്കാൻ ഒരു സമയം, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അയ്യോ കർത്താവേ, വിരുന്നുകാർ വന്നിരിക്കുന്നു, പന്തിയിലിരിക്കുന്നവർ ബഹളമുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഞങ്ങളുടെ തല താഴ്ന്നു പോകുന്നതിന് മുമ്പ് വല്ലതും പ്രവർത്തിക്കുമോ? പക്ഷേ യേശുവിൻ്റെ അമ്മയോട് യേശുവിന് പറയാനുള്ളത്, ഐ ഹാവ് എ പെർഫെക്റ്റ് ടൈം ടു ആക്ട്. എനിക്ക് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. അതിനെന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ഒന്ന്, ദൈവം തൻ്റെ സമയത്ത് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ, ദൈവം തൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം? 1-ാം ഭാഗം, യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് എന്താ പറഞ്ഞത്? അടുത്ത വാക്യം. എന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അല്പം കൂടെ സ്ട്രെസ് ചെയ്ത് വായിക്കേണ്ട ഒരു വാക്യമാണ്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ. He never said he is going to say this, whatever it may be. എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഒന്ന്, ദൈവം തൻ്റെ പ്രവൃത്തി അവൻ്റെ സമയത്ത് നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ അനുസരിക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം ജനത്തെ ദൈവത്തിന് ആവശ്യമാണ്. അനുസരിക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം ശുശ്രൂഷക്കാരുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽക്കാലവും ദൈവം തയ്യാറാണ്. യേശുവിൻ്റെ അമ്മ പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിക്കും. ദൈവസഭയിൽ കടന്നു വന്ന സകല ദൈവജനത്തോടും, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നമ്മോട് എന്തോ പറയാനുണ്ട്. അവൻ കൽപ്പിക്കും. അത് സംഭവിക്കണമെങ്കിൽ നാം അത് അനുസരിക്കാൻ തയ്യാറാകണം. ഒരു കൂട്ടം ശുശ്രൂഷക്കാരെ കണ്ട് അധ്വാനിക്കുന്നവരാണ്. ഉത്സാഹികളെയാ ദൈവത്തിന് ആവശ്യം. മടിയന്മാരെയും കൊണ്ട് ദൈവസഭ ദൈവം വളർത്തത്തില്ല. പ്രൈസ് കൊടലിയ. ദൈവമക്കൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവവേലയാണെങ്കിലും ജോലിയാണെങ്കിലും ഉഴപ്പാൻ പാടില്ല. പ്രൈസ് ഗോഡ്. ഞാനിങ്ങനെ എല്ലാ വിഷയങ്ങളൊന്നും തൊട്ടു പോകുന്നത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയാണ്. അലസരായിരിക്കും. വീട്ടിലെ ജോലിയാണെങ്കിലും ഒന്നും ലാഗ് ചെയ്ത് കൊണ്ടുപോകരുത്. നാളത്തേക്കൊന്നും മാറ്റി വെക്കരുത്. എന്താ കാരണം? നാളെ നമുക്കുള്ളത് അല്ല. പ്രൈസ് ഗോഡ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതാത് ദിവസത്തെ കാര്യങ്ങൾ ദൈവമക്കൾ ചെയ്യണം. ജോലിക്ക് പോയാലാണെങ്കിലും whatever you need to be recorded or എന്തൊക്കെ പേപ്പർ വർക്ക് ഉണ്ടോ അത് ഫിനിഷ് ചെയ്തിട്ട് വീട്ടിൽ വരാം. കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സന്ധ്യ ആവുന്നതിന് മുമ്പ് അതാത് ദിവസത്തെ വിഷയങ്ങൾ പഠിക്കണം. Pastors or the ministers, you need to accomplish the task which you have to do before the sun goes down. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ജോലി ചെയ്ത് തീർക്കണം. എങ്കിൽ മാത്രമേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അയ്യോ രാവിലെ മൊത്തമായിട്ട് ഇന്നൊന്നും ചെയ്ത് തീർക്കാൻ പറ്റിയില്ലല്ലോ. അക്കംപ്ലിഷ് ചെയ്യണം. ഇവിടെ പറയുന്നത് സ്തോത്രമല്ലേ, യേശു നോക്കിയപ്പോൾ യേശുവിൻ്റെ അമ്മ പറയുക, ശുശ്രൂഷക്കാരാണ്, അവരോട് പറഞ്ഞു, നിങ്ങളോട് യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണമെന്ന് പറഞ്ഞു. പ്രൈസ് കടലിയ. അവിടത്തേക്ക് പോവുകയാണ്. ആ ശുശ്രൂഷക്കാർ അനുസരിക്കുന്നവരാണെന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. നമ്മളെ കണ്ടാൽ 4 പേർക്ക് തോന്നുമോ? ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ വിരോധമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ, can your parents trust you to say something that they have an assurance that you will obey it? നിങ്ങൾ അനുസരിക്കും. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യത്തുള്ളൂ? ഹല്ലേലൂയ. എൻ്റെ മോനുണ്ട്, എൻ്റെ മോളുണ്ട് എന്നൊക്കെ നമ്മൾ അഭിമാനത്തോന്നില്ല. ഹല്ലേലൂയ. പാല് വാങ്ങിച്ചുകൊണ്ട് വരണം, പറഞ്ഞാൽ കേൾക്കും, പറഞ്ഞാലേ കേൾക്കും. മനസ്സിലായി എൻ്റെ അർത്ഥം? എത്ര പേർക്ക് മനസ്സിലായി? പറഞ്ഞാൽ കേൾക്കും, പറഞ്ഞാലേ. എൻ്റെ അർത്ഥം സ്വന്തമായിട്ടൊന്നും ചെയ്യത്തില്ല. മോനെ പാല് വാങ്ങണം, എല്ലാ ദിവസവും വാങ്ങണം, നാട്ടിലെ കാര്യമായി പറഞ്ഞു വരുന്നത്. പക്ഷെ എന്നും രാവിലെ പറയണം, പോയി എന്ത് ചെയ്യണം? പാല് വാങ്ങിച്ചുകൊണ്ട് വരാൻ. നമ്മളങ്ങനെയാണോ? കൈയടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ? കൈയടിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ. എല്ലാവർക്കും അല്ലിയ ഒരു കൈ ഉയർത്തി ഹല്ലേലൂയ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, സ്വന്തമായിട്ട് നമുക്കൊരു അഭിപ്രായമില്ല ഈ വിഷയത്തിൽ, അല്ലേ? എന്ത് ചെയ്യണം? ദൈവം എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഉത്സാഹികളെ കൊണ്ട് ആ ദൈവം എന്തെങ്കിലും ദൈവാലയത്തിൽ, അലസന്മാരെ ആരെയും ദൈവം ഒരു പണിക്കും വിളിച്ചിട്ടില്ല. യേശുവിൻ്റെ ശിഷ്യന്മാര് കടലിൽ വലയെറിയുന്നവനും വല നന്നാക്കുന്നവനും ചുങ്കസ്ഥലത്തിരിക്കുന്നവനും ഒക്കെയാണ് യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ വന്നുപെട്ടത്. കാട്ടത്തിപ്പഴം പെറുക്കി നടക്കുന്ന അധ്വാനിക്കുന്ന അല്ലെങ്കിൽ നദനെ ആമോസിനെയാ ദൈവം ശുശ്രൂഷയുടെ വിലയ്ക്ക് വിളിച്ചത്.
12 കാളയെ പൂട്ടുന്ന വയലിൽ നിന്ന് അവസാനത്തെ ഒരു ജോഡി കാളയെ പൂട്ടി വിയർത്ത് നിൽക്കുന്ന ഏലിശയെയാണ് അടുത്ത ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചത്. ദൈവത്തിന് വേണ്ടത് ഉത്സാഹികളെയാണ്. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും ചെയ്താൽ എങ്ങനെ ചെയ്യണം? ഉത്സാഹത്തോടെ. പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ 4 പേർ അടുത്തിരിക്കുന്നവർ കൂടെ പാടാൻ തോന്നണം. നമ്മുടെ ഒരു പാട്ട് കേട്ടാൽ അടുത്ത ആൾക്കൂടെ പാടാൻ തോന്നണം. ഈ സഹോദരിക്ക് ഇങ്ങനെ പാടാമെങ്കിൽ പിന്നെ എനിക്കെന്താ പാടിയാൽ? 90 വയസ്സുള്ള മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്യാമെങ്കിൽ പിന്നെ കന്യകമാർക്കാണോ തുള്ളിച്ചാടാൻ പറ്റാത്തത്? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആരാധന മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറണം. നിങ്ങളുടെ കയ്യടിയും നിങ്ങളുടെ സ്തോത്രവും മറ്റുള്ളവർക്കൊരു ആശ്വാസമായി മാറണം. നിങ്ങളുടെ അടുത്ത് ഉറക്കം തൂങ്ങിയിരിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളൊരു ഉത്സാഹമായി മാറണം. നിങ്ങളുടെ അഭിഷേകം പടരുന്ന തൈലം പോലെ, പകർന്ന തൈലം പോലെ ഇന്ന് പകൽക്കാലം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന ആരുടെയൊക്കെ അന്തരാത്മാവിനെ ചലിപ്പിക്കുന്ന ആത്മാവിൻ്റെ ഒരു ദൂത് ഇന്ന് പകൽക്കാലം സഹോദരി നിന്റെ ആദരത്തിലുണ്ട്, സഹോദര നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് എന്ന വെളിപ്പാട് ഇന്ന് പകൽ പ്രാപിക്കണം. നിങ്ങളൊരാൾക്ക് കൈ കൊടുത്താൽ ആത്മാവിൻ്റെ ചൂട് അവരറിയണം. ഇന്നലെ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചത്, ഇന്ന് രാവിലെ മുഴങ്കാൽ മടക്കിയത്, ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ആത്മീയ വചനത്തിൻ്റെ ശക്തി ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകർച്ച പോലെ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുമ്പോൾ ഈ സഭയുടെ അന്തരീക്ഷം മാറുമെന്നേ. അതിന് പ്രത്യേകിച്ച് കൃപാവരപ്രാപ്തന്മാർ തലേക്കേ വെച്ച് ശാസിക്കൊന്നും വേണ്ട. അടുത്തിരിക്കുന്നവരിൽ നിന്ന് അടുത്തിരിക്കുന്നവരിലേക്ക് പകരുന്ന ഒരു അഭിഷേകം. ഏലിയാവ് പുതപ്പ് വലിച്ചെറിഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ചിലരുടെയൊക്കെ മേളിലേക്ക് ദൈവാത്മാവിൻ്റെ പകർച്ചയുണ്ടാകുന്നത് വചനം ശക്തിയോടെ കടന്നു വരുമ്പോൾ മതിമറന്ന് ഇരുട്ടിലെ ചില നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷമുണ്ട്? യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാ. ഇത് കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയാനുള്ള സമയമാ. ഇത് സഭയിൽ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമാ. ചില പ്രവാചകന്മാർ എഴുന്നേൽക്കാനുള്ള സമയമാ. യഹോവേ, ഇത് നിന്റെ കാലഘട്ടമാ. ഇത് എൻ്റെ സമയമല്ല, ഇത് എൻ്റെ വീട്ടിലെ വിഷയമല്ല. ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകൽക്കാലം രോഗശാന്തി നിത്യ സംഭവമായി മാറട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ദൈവസഭയുടെ കൂടപ്പിറപ്പായി മാറട്ടെ. ശബലബലം ധര ജുനകല വൈഡമനധര റീബല വൈഷമനാദിഗനം ധര വൈഡലജാന ഉഡമന രഘനബല സവാരബലധുരേ ദഗാനബന്ധരേ റീബല വൈഷമനധര വൈഡല അബ്ധല ജുനകല വൈഡലജാന ആത്മസാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സ്ഥലം നിറയപ്പെടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മനം തകർന്നവരുടെ മുറിവുകൾ കെട്ടപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആലയത്തിൽ വെളിപ്പെടുന്ന സത്യ ആരാധനയുടെ ചലന നിമിത്തം, ഇവിടെ വ്യാപരിക്കുന്ന ദൈവവചനത്തിൻ്റെ വെളിപ്പാട് നിമിത്തം ജനത്തിൻ്റെ അതിരത്തിൽ നിന്ന് പുറത്തു വരുന്ന അന്യഭാഷയുടെ മർമ്മങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ അശുദ്ധ ശക്തികൾ ഇപ്പോൾ തന്നെ ഈ മുറിവിട്ട് പുറത്തു പോകട്ടെ. എൻ്റെ ജനം വിടുവിക്കപ്പെടട്ടെ. ഗലീലിലെ ഇരുട്ട് മാറുന്നത് പോലെ ഒരു വലിയൊരു വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരറ്റം മുതൽ അറ്റം വരെയും അഭിഷേകത്തിൻ്റെ ശക്തി ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. പ്രവാചകന്റെ പ്രവാചക വാക്യങ്ങൾ പോലെ ജനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൂതുകൾ പുറത്തു വരട്ടെ. ഉരബല വൈഷമനസ്തുരാധകന അടമനാർ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. യഹോവേ, ഇത് ആത്മാക്കൾ വിടുവിക്കപ്പെടാനുള്ള സമയം. യഹോവേ, ഈ ദേശത്തിൻ്റെ കെട്ടഴിയുന്ന സമയം. യഹോവേ, ജനത്തിൻ്റെ മേൽ വീണ ഇരുട്ടിൻ്റെ ചങ്ങല അഴിയുന്ന സമയം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. ഉടബലരകനബല സതരാധകന അത്തല വൈഷബലാദല വൈഡബനം ധരജാന റീബൽ കടകന വൈഷമനാദിഗനസ്തര വൈഡല ഉടബല രക്തര വൈഡബലാദല ബത്തല വൈഡല തീരം ധാര ജനകല. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് പകൽക്കാലം ചലനമുണ്ടാക്കട്ടെ. ദൈവദാസൻ ഓർപ്പിച്ചപ്പോൾ ഒരു ആത്മനദി
ഇന്ന് പകൽ ഇവിടെ ഒഴുകട്ടെ. ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത വിധം ആത്മാവിൻ്റെ ഒരു സന്തോഷം തോട്ടത്തെ നനയ്ക്കുന്ന ഒരു നദി ഓരോ വൃക്ഷങ്ങളെയും നനയ്ക്കുമാറാകട്ടെ. ഇന്ന് പകൽ കൊച്ചു കുഞ്ഞു മുതൽ പ്രായമുള്ളവർ വരെ ആത്മാവിൻ്റെ നദിയാൽ നനയപ്പെട്ടു വേണം ഈ മുറി വിട്ട് പുറത്തു പോകുവാൻ. ആത്മാവിൽ ചലിക്കട്ടെ. ദൂരാബാല ഇന്ന് വരെ അഭിഷേകം പ്രാപിക്കാത്തവർ ഈ പകൽക്കാലം ആത്മാവിൽ നിറയട്ടെ. ഡബല രഖനബല ബസതുരാദിയ ആംദൽ കടഗന വൈഷബലാദിഗനം ധരജാന അംദർ കടഗന വൈഡമനാസിയ. Rejoice in the presence of the Lord. The joy of the Lord, the joy of the Lord. ആത്മാവിന്റെ സന്തോഷം ജനത്തിന്റെ അവകാശമായി മാറട്ടെ. ആത്മാവിന്റെ നിറവ് ജനത്തിന്റെ സ്വത്തായി മാറട്ടെ. റീബല വൈഷമനാദര അംദാരൗഡല ഹത്തരജാന ശബല രഗനബല സതുരാദിയ യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. ഈ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം, ദൈവദാസനു വേണ്ടി ദൈവപ്രവൃത്തിയുടെ സമയം, ഓരോ കുടുംബത്തിനു വേണ്ടി ദൈവപ്രവൃത്തിയുടെ സമയം, രോഗിയായി കിടക്കുന്ന ആ സഹോദരന് വേണ്ടി, ആ സഹോദരിക്ക് വേണ്ടി. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ജീസസ് ആത്മാവിൽ സ്തുതിക്കുവാൻ പ്രസംഗം വിഷയമല്ല. You can rejoice. Holy Spirit. ഹോസ്പിറ്റലിലേക്ക്, മുറിക്കുള്ളിലേക്ക്, ഇന്ത്യയിലേക്ക്, നിങ്ങളുടെ സഹോദരൻ സഹോദരിയോ മാതാവോ പിതാവോ ഉള്ള സ്ഥലത്തേക്ക് ദൈവവചനം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. Receive your miracle in Jesus' name. Receive your healing in Jesus' name. Receive your anointing in Jesus' name. ദുരബല വൈശല ജുനഗല വൈഡല അംദൽ കടകന വൈഡമന. പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെടുകയാണ്. ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ release them, release them, release the people, release the people from every clutches of the enemy. പിശാചിന്റെ പിടിയിൽ നിന്ന് ഇന്ന് പകൽ എന്റെ ജനം വിടുവിക്കട്ടെ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. ദൂരബലം ധര വൈശലജാന അബ്താരൗഡല ഗബ്തലജാന റീബല വൈശബലം ധരജാന റീബൽ കടകന. ആത്മാവിൽ ആരാധിക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിന്നോ, തുള്ളിച്ചാടിയോ, കൈയടിച്ചോ, കാലിൽ കൈ ഉയർത്തിയോ, മുന്നോട്ട് വന്നോ. അതെ, God is a God. ഹല്ലേലൂയ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. റീബല വൈശബനം ധരജാന അർക്കല വൈഡബലാദിഗനസ്തര ജുനഗലജാര അംതല ജുനഗല വൈഷമനാദിഗനപുര ഡബല രഖനബലസ്തരജാന ധീരം ധാരകന ഉഡലജാന അംതല ജനഗല. ജീസസ് 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 റീബല വൈഷബലാദിഗനം ധര റീബാരം ധാരൗഡാരാജ ഹഫാലാജ വൈഡാര അംദല ജനഗല ബൗഡലജ അംധാര ധാരാദ റീവം ദ വൈഷബല ധര വൈഡലജാന അഫല വൈഡബലാദിഗന അഡബല വൗഷല ഹസ്തരജ റീബല ബൗഡല ഹംധാരാജ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. ഉഡബല രഗനബല ഔഷല ജാനഗലംധര ഉഡമന രഗനബലസ്തര ജുനഗല ഓറബല. Let the wind of the Holy Spirit, let the wind of the Holy Spirit, ആത്മാവിന്റെ കൊടിയ കാറ്റ് ഇന്ന് പകൽ മുറിയിലടക്കട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവർ ഇപ്പോൾ തന്നെ ആത്മനിറവിലേക്ക്, അഭിഷേകത്തിലേക്ക് ഒരുങ്ങപ്പെടുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ഭാരങ്ങൾ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഇന്ന് പകൽക്കാലം ഈ മുറി വിട്ട് ഒഴുകിപ്പോകട്ടെ. ഭാവിയുടെ കെട്ടുപണി, വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളുടെ വിവാഹം, മക്കളില്ലാത്തവർക്ക് തലമുറയെ കൊടുക്കുന്ന പകൽ യേശുവിന്റെ നാമത്തിൽ claim your promise in Jesus' name. Thank you, Holy Spirit.
ധാരബാലവ ശംഭരാധന, ധാരബാലവ സംഭരാധന. സ്തോത്രം, സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിവിടെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ എനിക്ക് ആത്മാവിൽ നിയോഗം. ഇത് ദൈവത്തിന് പ്രവർത്തിപ്പാണ് സമയം. വീഞ്ഞു പോരാതെ വന്ന ഒരു കാലഘട്ടം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവിൽ എനിക്ക് നിയോഗമുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും പ്രതിസന്ധിയാണെങ്കിൽ ഇന്ന് പകൽ അതിനുമേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് കണ്ട് സന്തോഷിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കും? പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടുന്ന ദേവദാസന്മാരും പാസ്റ്റർ ജോൺ ജെയിംസും മുന്നോട്ട് വന്നാണ്. അല്ലല്ലേ, നിങ്ങളോട് ഒരുമിച്ച് വന്നാണ്. നമ്മളൊരു പാട്ട് പാടും. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അലക്ഷ്യരായിരിക്കരുത്. എനിക്കിന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണം. കാനാവിലെ കല്യാണം എനിക്ക് 2 മണിക്കൂർ വേണേൽ പ്രസംഗിക്കാം. പക്ഷെ ആത്മാവിവിടെ പറയുന്നു, ഇതെനിക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. 2024 ജൂൺ മാസം 1-ാം തീയതി ഈ സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം. ചില കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം. ചില പച്ചവെള്ളത്തിൻ്റെ നിറം മാറുന്ന ദിവസമാണ്. ഗുണമില്ലാത്ത, നിറമില്ലാത്ത, വിലയില്ലാത്ത പച്ചവെള്ളത്തെ ഗുണമുള്ള, നിറമുള്ള, വിലയുള്ള വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഇന്ന് ചില കുടുംബങ്ങളുടെ പേര് മാറുന്ന പകല. ചിലരുടെ വില മാറാൻ പോകുക, നിറം മാറാൻ പോകുക. അത് സ്വഭാവത്തില്, അത് സംസ്കാരത്തില്, അത് അഭിഷേകത്തിന്റെ നിറവില് ഇന്ന് പകൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആരും മൗനമായിരിക്കരുത്. നോ സ്പെക്ടാക്ടേഴ്സ് ഹിയർ. ഒരു കാഴ്ചക്കാർ ഇവിടെ പാടില്ല. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. എനിക്കൊരു രോഗമുണ്ട്, എനിക്ക് ഇന്ന് പകൽ പ്രാർത്ഥന ആവശ്യം. ദൈവദാസന്മാർ മുന്നോട്ട് വന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ്. ഹല്ലേലൂയ. സഹോദരന്മാരോ സഹോദരിമാരോ കുഞ്ഞുങ്ങളോ, എനിക്കൊരു പ്രാർത്ഥന ഇന്ന് പകൽ ആവശ്യമാണ്. ഐ വാണ്ട് എ മിറക്കിൾ ടു ഹാപ്പൻ. It's not because Pastor Shibu Thomas is preaching, he has come all the way from the US and ministering. No, യഹോവ ഇവിടെ ഉണ്ട്, സത്യം. ഹല്ലേലൂയ. സഹോദരിമാരോ സഹോദരന്മാരോ കുഞ്ഞുങ്ങളോ, എനിക്കൊരു രോഗമുണ്ട്, ഇന്ന് പകൽ ഒരു സൗഖ്യം വേണം. എനിക്കൊരു ആരോടും പറയണ്ട. നെവർ ഓപ്പൺ അപ്പ്. ആരോടും പറയണ്ടെന്നേ. ഇവിടെ വന്ന് ലൈനായിട്ട് നിന്നാണ്ട് സഹോദരി സഹോദരന്മാര് മുന്നോട്ട് വന്നിട്ട് ഇവിടെ പെന്തിക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവ് എന്നുള്ള പാട്ട് കർത്താവിന്റെ ദാസന്മാർ ചേർന്ന് പാടുന്ന സമയത്ത് ഹല്ലേലൂയ, ആത്മാഭിഷേകം പ്രാപിക്കാത്തവർ ആ ഇരിപ്പിടം വിട്ട് മുന്നോട്ട് വന്നാണ്. ഇതൊരു പുതിയ കാലഘട്ടത്തിലേക്ക് സഭയെ നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിങ്ങളുടെ കാര്യം നിങ്ങൾക്കും ദൈവത്തിന് മാത്രം അറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നാൽ മതി. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. സഹോദരി സഹോദരന്മാരെ, ഡോണ്ട് കം ഫോർ മീ. ഹല്ലേലൂയ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. കർത്താവിന്റെ ദാസൻ രേഷ്മ ഓൾസോ കം ആൻഡ് പ്രേ ഫോർ ദി സിസ്റ്റേഴ്സ്. അല്ലെങ്കിൽ സഹോദരിമാർ ആരെങ്കിലും അഭിഷേകത്തോടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നാട്ട്, അല്ലെങ്കിൽ സഹോദരന്മാർ ഇവിടെ വന്ന് നിന്നാട്ട്, അല്ലെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ദൈവദാസിദാസന്മാർ വന്ന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ചിൽഡ്രൻ, ഇഫ് യു ഹാവ് എ ഡിസയർ ടു ബി ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, ഇറ്റ്സ് എ റൈറ്റ് ആൻഡ് ഹൈ ടൈം. കം ഫോർവേഡ്. ദി പ്രസൻസ് ഓഫ് ദി ലോർഡ് ഈസ് ഇൻ ദിസ് സാങ്ച്വറി. ഗോഡ് ഹിംസെൽഫ് descend from heaven and he want to make his awesome presence. He want to pray for you. He want to lay his hands on you. ഇന്ന് പകൽ ദൈവസാന്നിധ്യം ആരും നോക്കണ്ട. പ്രൈസ് ഗോഡ്. ആത്മാവിൽ പാടി, യഹോവേ, ഇത് പച്ചവെള്ളത്തിന്റെ നിറം മാറുന്ന പകല.
കിണറ്റിലെ പച്ചവെള്ളം. ശ്രദ്ധിക്കണം ഒരു നിമിഷം. കാനാവിലെ കല്യാണം ആഘോഷം മുടങ്ങേണ്ട സമയത്ത് കിണറ്റിലെ പച്ചവെള്ളം വീട്ടിലെ വിവാഹത്തിന്റെ മാർഗമായി മാറിയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. ഹല്ലേലൂയ. നിന്റെ സ്വന്തം കുടുംബം, സ്വന്തം വരുമാനം, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചത് തന്നെ നിന്റെ ആഘോഷത്തിന് കാരണമായി മാറും. ആഘോഷം മുടങ്ങുമെന്ന് പറഞ്ഞിടത്ത് നോ മോർ സെലിബ്രേഷൻ, നോ മോർ ജോയ് ഇൻ മൈ ഫാമിലി. വിത്ത് യുവർ ഓൺ റിസോഴ്സസ് ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ. നിന്റെ വരുമാനം കൊണ്ട്, നിന്റെ അറിവ് കൊണ്ട് നിന്റെ കിണറ്റിലെ പച്ചവെള്ളം വീട്ടിലെ വിരുന്നിന് കാരണമായി തീരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ എനിക്കൊരു വിടുതൽ വേണം. ഹല്ലേലൂയ. ഐ ആം നോട്ട് ജസ്റ്റ് പ്രോസ്പെരിറ്റി പ്രീച്ചർ അല്ല ഞാൻ. I'm talking about a transformation that happens by the power of the word of God, because this is the high time. Lord, you need to come down and act for us. കർത്താവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. എൻ്റെ വീട്ടിൽ ഇന്നൊരു പ്രവൃത്തി നടക്കണം. ഹാലേ, അതിൽ കുറഞ്ഞ് എനിക്കൊരു സ്വപ്നമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദേവദാസന്മാർ പാട്ട് പാടുമ്പോൾ ആത്മാവിൽ നൃത്തം ചെയ്ത് നിങ്ങൾക്ക് ആരാധിക്കാം.